ഹലോ, റിതം ഓഫ് മലാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് വെച്ചിട്ടാണ് നമ്മുടെ റെസിപ്പി. എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാൻ വേണ്ടി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഷവർമ ബോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാപ്സിക്കം, അതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് മല്ലിയില, ഒരു 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 പാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ പാൻ നമുക്കൊന്ന് വഴറ്റിയെടുക്കാനും വേണ്ടിയിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ പീസാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ നമ്മുടെ ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ മതി. നമ്മൾ വേവിച്ചത് തന്നെയാണ്, അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഇനി അടുത്ത പാനിലോട്ട് നമ്മൾ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരുമിച്ചിട്ടിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അതും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വഴറ്റിയാൽ മതി. നന്നായിട്ട് കുഴഞ്ഞു വരേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. മല്ലിയിലല്ലാത്ത എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വഴറ്റുന്ന കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്ര തന്നെ മതിയാവും. ഇനി നമുക്കിത് ഓയിൽ കളഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് ചിക്കൻ അങ്ങോട്ട് അതിലോട്ട് മാറ്റാം. നമ്മുടെ മിക്സിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഇത് ഇത്ര തന്നെ മതിയാവും. ഇത്ര വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു ഫില്ലിങ് ഞാനിവിടെ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മയോണൈസാണ് കേട്ടോ. മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടോളൂ. അപ്പോൾ ഇത് മയോണൈസിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാനൊരു കറക്റ്റ് അളവ് പറയുന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും തന്നെ അതിൽ ചേർക്കാം. ഞാനൊരു 5-6 ടീസ്പൂൺ ഞാൻ ഇത് ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു മയോണൈസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ വലിയ ബ്രെഡ് സ്ലൈസാണ് നിങ്ങൾക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത് കേട്ടോ. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ ബ്രെഡാണ്, കുഴപ്പമൊന്നുമില്ല. ഇതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ആ ബ്രെഡൊക്കെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ നമ്മുടെ ഫില്ലിങ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ബ്രെഡ് ക്രംസ് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഓരോ ബ്രെഡ് എടുത്തത് ഇതുപോലെ മുക്കിയതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ച് പ്രസ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ഓവറായിട്ടുള്ള വെള്ളം ഒന്ന് കളഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഫില്ലിങ്സ് അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കണം. ഇതിൻ്റെ ഷേപ്പ് ഇപ്പോൾ ശരിയായിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി അത് എഗ്ഗിലൊന്ന് റോൾ ചെയ്തതിന് ശേഷം
നമ്മുടെ ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിൻ്റെ ഷേപ്പ് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ബ്രെഡിൽ റോൾ ചെയ്തിട്ട് എടുക്കുമ്പം ശരിയാക്കിയാൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ബോളായിട്ട് കിട്ടിക്കോളും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടെ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് നമ്മളിവിടെ ബ്രെഡെല്ലാം ബോളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം നമ്മുടെ ഓരോ ബോളായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കാരണം പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കധികം ഉള്ളിൽ വേവാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ആ ഒരു പുറം സൈഡ് ഔട്ടർ സൈഡ് നമുക്കൊന്ന് ഒരു ബ്രൗൺ കളറായിട്ട് കിട്ടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, വേഗം തന്നെ റെഡിയാവും. ഇപ്പോൾ ഇതവിടെ ഫുള്ളായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷവർമ ബോൾ ഇവിടെ റെഡിയാണ്. നമ്മൾ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.